Good morning all. Today's topic is Magnons. A magnon is a quantized spin wave. സ്പിൻ വേവിൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോമിനെയാണ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടം ഓഫ് സ്പിൻ വേവ് എനർജിയാണ് നമ്മൾ മാഗ്നോൺ എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് എ മാഗ്നോൺ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് in 1930 by Felix Bloch in order to explain the reduction of spontaneous magnetization in a ferromagnet. ഫെറോമാഗ്നറ്റിൻ്റെ കേസിലാണ് ഫസ്റ്റ് മാഗ്നോൺസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്കറിയാം ഫെറോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ ഉള്ള മാഗ്നറ്റാണ്. അതായത് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഫീൽഡൊന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും അതൊരു പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ അതിന് മാഗ്നറ്റൈസേഷൻ ഉണ്ട്. ബട്ട് ഈ ഫെറോമാഗ്നറ്റിക്കിൻ്റെ കേസിൽ മാഗ്നറ്റൈസേഷന് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷന് ഉണ്ടാകുന്ന റിഡക്ഷൻ്റെ റീസൺ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള മാഗ്നോൺസ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസിൻ്റെ ഒരു പ്രസൻസാണ് അല്ലെങ്കിൽ മാഗ്നോൺ എന്ന് പേര് കൊടുത്തിരിക്കുന്ന ആ പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസാണ് ഈ ഫെറോമാഗ്നറ്റിൻ്റെ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ്റെ റിഡക്ഷന് കാരണം എന്ന് മനസ്സിലാക്കി. അപ്പം എന്താണ് ഈ പാർട്ടിക്കിൾ, എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾ ഫെറോമാഗ്നറ്റിൻ്റെ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷനെ റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ദ മാഗ്നറ്റിക് ബിഹേവിയർ ക്യാൻ ബി സ്റ്റഡീഡ് വിത്ത് എ വെറൈറ്റി ഓഫ് സ്കാറ്ററിംഗ് ടെക്നിക്സ്. ഫെറോമാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേരിയസ് ടെക്നിക്സ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഫെറോമാഗ്നറ്റിൻ്റെ മാഗ്നറ്റൈസേഷൻ റെഡ്യൂസ് ആവുന്നത് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ മാഗ്നോണിനെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാഗ്നോൺ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് മാഗ്നോൺ ഡിസ്പേർഷൻ റിലേഷൻ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ആ ഡിസ്പേർഷൻ റിലേഷൻ ഫോം ചെയ്ത് കഴിയുമ്പം നമുക്കതിൽ നിന്നും എന്താണ് മാഗ്നോൺ ക്വാണ്ടൈസേഷൻ, ക്വാണ്ടൈസ്ഡ് ഫോം ഓഫ് മാഗ്നോൺ എനർജി എത്രയാണെന്നുള്ളത് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. At absolute zero temperature or 0 Kelvin, a Heisenberg ferromagnet reaches the state of lowest energy, so-called ground state, in which all of the atomic spins points in the same direction and also the magnetic moments. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാര്യം എങ്ങനെയാണ് ഈ സ്പിൻ വേവ്സിൻ്റെ ഇൻട്രഡക്ഷൻ ഒരു ഫെറോമാഗ്നറ്റിൻ്റെ മാഗ്നറ്റൈസേഷൻ കുറയ്ക്കുന്നത്. മീൻസ് എങ്ങനെയാണ് ഈ സ്പിൻ വേവ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ്. അതായത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ, ലോവർ ടെമ്പറേച്ചറിൽ ഒരു ഫെറോമാഗ്നറ്റിൻ്റെ അറ്റോമിക് സ്പിൻസ് എല്ലാം സെയിം ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്തിരിക്കുന്നത്. സെയിം ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ മാഗ്നറ്റിക് മൂമെൻറ്റ്സും. അതുപോലെ തന്നെ അതൊരു ലോവർ എനർജി ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ബട്ട് വെൻ വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ മോർ ആൻഡ് മോർ, ദി സ്പിൻസ് ഡീവിയേറ്റ് റാൻഡംലി ഫ്രം ദ അലൈൻമെൻറ്റ്, ഇൻക്രീസിങ് ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് റെഡ്യൂസിങ് ദ നെറ്റ് മാഗ്നറ്റൈസേഷൻ. ലോവർ ടെമ്പറേച്ചറിൽ സെയിം ഡയറക്ഷനിൽ ഇരുന്ന സ്പിന്ന് നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റിന് ഡീവിയേഷൻ വരുന്നു. ദിസ് ഡീവിയേഷൻ ഇൻ ദ അലൈൻമെൻറ്റ് കോസസ് increasing the internal energy of the system and reducing the net magnetization of the ferromagnet. ആദ്യം ഉണ്ടായിരുന്ന മാഗ്നറ്റൈസേഷന് നമുക്കറിയാം അലൈൻമെൻറ്റ് പാരലലായിട്ടിരുന്ന അലൈൻമെൻറ്റിൽ നിന്ന് ചെറിയ ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടിയിരുന്ന നെറ്റ് മാഗ്നറ്റൈസേഷൻ പിന്നീട് ഉണ്ടാവില്ല, അതിലും കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇഫ് വൺ വ്യൂസ് പെർഫെക്റ്റ്ലി മാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റ് അറ്റ് അബ്സല്യൂട്ട് സീറോ, the lower temperature state with a few misaligned spins can be viewed as a gas of quasi-particle, this case magnons. That means എപ്പോഴാണ് ഇതിൻ്റെ ഫെറോമാഗ്നറ്റൈസേഷന് അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വന്നത്? അതിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ആയപ്പോൾ. അപ്പോൾ ഈ അലൈൻമെൻറ്റ് ചേഞ്ച് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ ആ സിസ്റ്റത്തിൽ ഫോം ചെയ്യുന്ന വേവ്സിൻ്റെ
അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ ഫോം ചെയ്യുന്ന ക്വാസി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മാഗ്നോൺസ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഗ്യാസ് ഓഫ് ക്വാസി പാർട്ടിക്കിൾസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ക്വാസി പാർട്ടിക്കിൾ മീൻസ് ആക്ച്വൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ല, അതുകൊണ്ടാണ് നമ്മളതിനെ ക്വാസി പാർട്ടിക്കിൾസ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. എന്തൊക്കെയാണ്? ഒരു ഫെറോ മാഗ്നറ്റ് അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചറിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം അതിൻ്റെ മാഗ്നറ്റൈസേഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം അതിൻ്റെ അലൈൻമെൻറ്റിന് ഡീവിയേഷൻ വരുന്നു. ദെൻ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ആവുന്നു, അതിൻ്റെ നെറ്റ് മാഗ്നറ്റൈസേഷൻ റെഡ്യൂസ് ആവുന്നു. ഈ നെറ്റ് മാഗ്നറ്റൈസേഷൻ്റെ റിഡക്ഷന് കാരണം ഗ്യാസ് ഓഫ് ക്വാസി പാർട്ടിക്കിൾസ് ആണ്. നമ്മളിവിടെ ആ വേവിലേക്ക് ക്വാസി പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ വേവിലേക്ക് ഫോമിൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോമിന് കൊടുക്കുന്ന പേരാണ് എന്ത്? മാഗ്നോൺസ്. ഫിഗർ ഷോസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് എ ഫെറോ മാഗ്നറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ലോവർ എനർജി സ്റ്റേറ്റ് ആണ് ഫിഗർ എയിൽ കാണിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ക്ലാസിക്കൽ അപ്രോക്സിമേഷൻ. ഇതിൽ സ്പിൻസ് എല്ലാം സെയിം ഡയറക്ഷൻ, സ്പിൻ അപ്പ് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ if the temperature increases, figure A becomes figure B. That is one possible excitation ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏത് തരത്തിൽ വേണമെങ്കിലും അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്തൊരു ക്ലാസിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഒരു പോസിബിൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിലെ ഒരു സ്പിന്ന് ഡൗൺ ആയി. അപ്പം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വൺ സ്പിൻ റിവേഴ്സ്ഡ്. അപ്പം സോ ദിസ് ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് ദ excited state of a ferromagnet. Here ഒരു നെറ്റ് മാഗ്നറ്റൈസേഷൻ ഉണ്ട്, ഹയർ വാല്യൂ ഓഫ് നെറ്റ് മാഗ്നറ്റൈസേഷൻ. ഇപ്പം സ്ട്രോങ് ഫീൽഡാണ്, സെയിം ഡയറക്ഷനാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്തു. ഡ്യൂ ടു ദിസ് ഡൗൺ സ്പിൻ ദ നെറ്റ് മാഗ്നറ്റൈസേഷൻ ഡിക്രീസ്ഡ്. That is, the elementary excitations of a spin system have a wave-like form and are called magnons. അപ്പോൾ നമുക്ക് പറയാം ഈ എക്സൈറ്റേഷൻസ് ആണ് മാഗ്നോൺസ്. ഈ എക്സൈറ്റേഷന് വേവിലേക്ക് ഫോമാണ് ഉള്ളത്. അപ്പോൾ ലോവർ എനർജിയിൽ എക്സൈറ്റേഷൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന സിസ്റ്റമായിരുന്നു. ഹയർ എനർജി എന്ന് പറഞ്ഞാൽ അത് എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. ദാറ്റ് മീൻസ് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ആയി. ദിസ് ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി ഓർ ദിസ് എക്സൈറ്റേഷൻസ് ആർ നോൺ ആസ് ദ വേവ് ലേക്ക് ഫോം ആൻഡ് വി കോൾ ഇറ്റ് ആസ് മാഗ്നോൺസ്. ആൻഡ് ദ മാഗ്നോൺസ് ആർ അനലോഗസ് ടു ദ ലാറ്റിസ് വൈബ്രേഷൻസ് ഓർ ഫോണോൺസ്. നമ്മൾ ക്വാണ്ടൈസ്ഡ് ഫോം ഓഫ് ലാറ്റിസ് വൈബ്രേഷന് ഫോണോൺസ് എന്ന് പേര് കൊടുത്ത പോലെ തന്നെ അതിൻ്റെ ഒരു അനലോഗസ് ആണ് ഫെറോ മാഗ്നറ്റിലുണ്ടാകുന്ന വേവിലേക്ക് മോഷൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോമാണ് മാഗ്നോൺസ്. അപ്പോൾ ഇത് സ്പിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേമാണ്. ഫോണോൺസ് ലാറ്റിസ് വൈബ്രേഷണൽ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേമാണ്. സ്പിൻ വേവ്സ് ആർ ഓസിലേഷൻസ് ഇൻ ദ റിലേറ്റീവ് ഓറിയൻറ്റേഷൻസ് ഓഫ് സ്പിൻസ് ഓൺ എ ലാറ്റിസ്. ഇനി സ്പിൻ വേവ്സിൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോമാണ് മാഗ്നോൺ എന്ന് പറയുന്നു. ഇനി എന്താണ് സ്പിൻ വേവ്സ്? ദേ ആർ the orientation, the relative orientations of the spins on a lattice. Lattice vibrations are oscillations in the relative positions of atoms on a lattice. അപ്പോൾ എന്താണ് മാഗ്നോണും ഫോണോണും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാഗ്നോൺ സ്പിൻ വേവിൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോമാണ്, ഫോണോൺ ലാറ്റിസ് വേവിൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോമാണ്. ഇനി സ്പിൻ വേവ് എന്ന് പറഞ്ഞാൽ ഓറിയൻറ്റേഷൻസ് ഓഫ് സ്പിൻ ഓൺ എ ലാറ്റിസ് ആണ്. ദെൻ എന്താണ് ഫോണോൺ അല്ലെങ്കിൽ ലാറ്റിസ് വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ഓസിലേഷൻസ് ഇൻ ദ റിലേറ്റീവ് പൊസിഷനിലുണ്ടാവുന്ന ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻസ് ആണ് ലാറ്റിസ് വൈബ്രേഷൻസ്. ഫിഗർ ഷോസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ സ്പിൻ വേവ് ഓർ ലൈൻ ഓഫ് സ്പിൻസ്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഫിഗർ എയിലെ ഫസ്റ്റ് ഡയഗ്രാം ഒരു പർട്ടിക്കുലർ സ്പിൻ അറേഞ്ച്മെൻ്റ് ആണ്. സ്പിന്ന് ഈ ഡയറക്ഷനിലാണ്. ദെൻ സ്പിൻ കുറച്ചുകൂടെ ഇങ്ങോട്ട്, ഇതിപ്പം അതിൻ്റെ എൻഡിലേക്കായിരുന്നു. ദെൻ സ്പിൻ ചേഞ്ച് ചെയ്തു, ഈ ഒരു ഓറിയൻറ്റേഷനിലേക്ക് മാറി.
ദെൻ മൂന്നാമത്തെ ഫിഗറിൽ എന്ത് സംഭവിച്ചു? ഇത് കുറച്ചുകൂടെ അടുത്ത് വന്നു. പിന്നെ നാലാമത്തെ ഫിഗറിൽ ഈ ഒരു ഡയറക്ഷനിലാണ് സ്പിന്ന്. ദെൻ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു, സ്പിന്ന് ഇങ്ങോട്ട്, ദെൻ തിരിച്ച്, പിന്നെ വീണ്ടും എൻ പൊസിഷനിലേക്ക്, പിന്നെ വീണ്ടും തിരിച്ചു വരുന്നു ഇങ്ങനെ. ദെൻ കുറച്ചുകൂടെ അടുത്ത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫെറോ മാഗ്നറ്റിൻ്റെ സ്പിന്നിൽ ഉണ്ടാവുന്ന വേരിയേഷനാണ്. അപ്പം ആ വേരിയേഷനെ നമ്മുടെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊരു ജനറൽ പെർസ്പെക്റ്റീവിലാണ്. ഇനി താഴെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ എൻ പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ ഈ സ്പിൻ ഈ ഡയറക്ഷനിൽ വീണ്ടും ഇങ്ങനെ ഇതിങ്ങനെ മാറി മാറി ചേഞ്ച് ചെയ്ത് വന്ന് സ്പിന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ റൊട്ടേഷൻ്റെ ഈ പോയിൻറ്റിൻ്റെ ഓരോ ഇതും ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലൈൻ കൺസ്ട്രക്റ്റ് ചെയ്താൽ ഇത് ആക്ച്വലി ഒരു വേവിൻ്റെ പകുതി ഉള്ളൂ. ഇതിങ്ങനെ പോയി ഇങ്ങനെ പോകേണ്ടതാണ്. അതായത് ഇങ്ങനെ പോകുന്ന ഒരു വേവാണ്. അതിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ചേഞ്ച്, ഈ സ്പിന്നിലുണ്ടാവുന്ന റൊട്ടേഷൻ എന്താണ്? ആക്ച്വലി ഇറ്റ്സ് ആൻ ഓസിലേഷൻ. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ഓസിലേഷനെയാണ് നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് സ്പിൻ റിവേഴ്സൽ ഓർ സ്പിൻ ചേഞ്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ ഫോം ഓഫ് വേവ്. അപ്പോൾ ഫസ്റ്റ് ദ സ്പിൻസ് വ്യൂഡ് ഇൻ പെർസ്പെക്റ്റീവ്. സെക്കൻഡ് ഫിഗർ spins viewed from above showing the wavelength, and the wave is drawn through the end of the spin vectors. സ്പിൻ വെക്ടേഴ്സിൻ്റെ എൻഡിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്താൽ അതാണ് ഹയർ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഡ്യൂ ടു എക്സൈറ്റേഷൻസ് ഫെറോ മാഗ്നറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വേവിലേക്ക് സ്പിൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്പിന്നിൻ്റെ വേവിലേക്ക് മോഷൻ. അപ്പം ഈ വേവിൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോം അല്ലെങ്കിൽ മാഗ്നോൺസ് ആണ് എന്തിന് കാരണമാകുന്നത്? ഫെറോ മാഗ്നറ്റിൻ്റെ നെറ്റ് മാഗ്നറ്റൈസേഷൻ്റെ റിഡക്ഷന് കാരണമാകുന്നത്. അപ്പം മാഗ്നോൺസ് എന്താണ്? എങ്ങനെയാണ് മാഗ്നോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് ഈ എക്സൈറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? എക്സൈറ്റേഷൻസ് എങ്ങനെയാണ് നമ്മൾ വേവിലേക്ക് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ടോപ്പിക്കിൽ മനസ്സിലാക്കിയിരിക്കുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് സെഷൻ, വി ക്യാൻ ഡിറൈവ് ദ ഡിസ്പേർഷൻ റിലേഷൻ ഫോർ മാഗ്നോൺസ്. ഡിസ്പേർഷൻ റിലേഷൻ മീൻസ് ഇറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് കെ, ഫ്രീക്വൻസി ഒമേഗ ആൻഡ് വേവ് വെക്ടർ കെ. ഫോർ ദാറ്റ് കൺസിഡർ n spins, each of magnitude capital S, on a line or a ring with the nearest neighbor spins coupled by the Heisenberg interaction. അപ്പം ഫെറോമാഗ്നറ്റിലെ നിയറസ്റ്റ് നെയ്ബർ സ്പിൻസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടേമാണ് ഹൈസൻബെർഗ് ഇൻട്രാക്ഷൻ. അപ്പം നമ്മളിവിടെ ഒരു ഫെറോമാഗ്നറ്റിലെ ക്യാപിറ്റൽ N നമ്പർ ഓഫ് സ്പിൻസ് കൺസിഡർ ചെയ്യുക. ആ സ്പിൻസ് ഏത് രീതിയിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്? ഒരു ലൈനിലോ അല്ലെങ്കിൽ ഒരു റിങ്ങിലോ ആണെന്ന് കരുതുക. അതായത് ഇങ്ങനെ ഒന്നെങ്കിൽ സ്പിൻസ് ഒരു ലൈനിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു റിംഗ് ഫോമിലാണ് അലൈൻ ചെയ്തിരിക്കുന്നതെന്ന് അങ്ങ് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഏതൊരു സ്പിന്നിനെ നോക്കുവാണെങ്കിലും അതിൻ്റെ അടുത്ത് നിയറസ്റ്റ് നെയ്ബേഴ്സ് ഉണ്ട്, അതിന് തൊട്ട് അടുത്തായിട്ടും വേറെ സ്പിൻ പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നിയറസ്റ്റ് നെയ്ബേഴ്സിന് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദ എനർജി ഓഫ് ദ നിയറസ്റ്റ് നെയ്ബേഴ്സ് ഈസ് ഗിവൺ ബൈ U is equal to -2J. ഇവിടെ ടോട്ടൽ എത്ര സ്പിന്നുണ്ട്? 1 to ക്യാപിറ്റൽ N സ്പിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. N സ്പിൻസ് ആണ് നമ്മളിവിടെ അലൈൻ ചെയ്തിരിക്കുന്നത്. സോ P is equal to 1 to N SP into SP plus 1, SP dot SP plus 1. ദാറ്റ് ഈസ് SP എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പൊസിഷൻ, P എന്ന് പറഞ്ഞ പൊസിഷൻ. അപ്പോൾ ഇതാണ് P എന്ന് പറയുന്ന പൊസിഷനെങ്കിൽ P+1 എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള പൊസിഷനാണ്. ഇത് P+2 എന്ന് പറയുന്ന പൊസിഷനാണ്. ആ രീതിയിൽ അപ് ടു
n പൊസിഷൻസ് ആണ് ഉള്ളത്. അപ്പം പിയും p+1ഉം തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എനർജി ഹൈസൻബർഗ് ഇക്വേഷനാണ് -2j summation p is equal to 1 to n sp sp+1. That is our equation number 1. Here j is the exchange integral and h hat sp is the angular momentum of the spin at site p. Site p, location p. p എന്ന് പറയുന്ന സ്പിന്നെ അലൈൻ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ. If we treat the spin sp as classical vectors, then in the ground state sp into sp+1 is equal to simply s square. That means നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ സ്പിൻ സെയിം ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പി എന്ന് പറയുന്ന പൊസിഷനിലെ സ്പിന്നും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ്. p+1 എന്ന് പറഞ്ഞ പൊസിഷനിലെ സ്പിന്നും സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. p+2ഉം സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. എല്ലാ സ്പിന്നും സെയിം ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഫെറോ മാഗ്നറ്റിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ഫിഗർ കണ്ടതുപോലെ തന്നെ എല്ലാ പൊസിഷനിലും ഉള്ള സ്പിന്ന് സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്തു പറയാം? സിംപ്ലി എസ് ആണ് ഇതിൻ്റെ മാഗ്നറ്റൈസേഷൻ. അല്ലെങ്കിൽ അത് എസ് പി എന്ന് പറയണത് എസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഇതും എസ് ആണ്, ഇതും എസ് ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു എസ് സ്ക്വയർ. We now give a classical derivation of the Magnon dispersion relation. The terms in equation 1 which involve the pth spin are. ഇത് രണ്ട് സ്പിൻ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എനർജിയാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കാണിച്ചിരിക്കുന്നത്. ഇനി എസ് പി എന്ന് പറയുന്ന സ്പിന്നിൽ അല്ലെങ്കിൽ pth പൊസിഷനിലുള്ള സ്പിന്നിൽ അഫക്റ്റ് ചെയ്യുന്ന ഇൻട്രാക്ഷൻ എനർജി എത്രയാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും ഈ രീതിയിൽ തന്നെ, ഹൈസൻബർഗ് ഇൻട്രാക്ഷൻ യൂസ് ചെയ്തുകൊണ്ട്. അപ്പം ഇതാണ് pth പൊസിഷനെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് ഏതൊക്കെയാണ്? p+1ഉം അതുപോലെ p-1ഉം ആണ്. അപ്പം ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള രണ്ട് സ്പിൻ ആണ് ഇതിൻ്റെ നെയ്ബേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഇതിൽ അഫക്റ്റ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഈ തൊട്ടടുത്ത p+1ൻ്റെയും p-1ൻ്റെയും സ്പിൻസ് ആണ്. സോ എസ് പിയിൽ അഫക്റ്റ് ചെയ്യുന്ന സ്പിന്ന് എന്ന് പറയണത് u is equal to -2j sp into sp-1 plus sp+1. sp-1ൻ്റെയും sp+1ൻ്റെയും കൂടെ എഫക്റ്റാണ് ഏതിൽ ആക്ട് ചെയ്യുന്നത്? എസ് പിയിൽ ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എസ് പി ഇൻറ്റു sp-1 എന്ന് പറഞ്ഞ ടേമും അവിടെ പ്രസൻ്റ് ആണ്. ഓൾസോ എസ് പി ആൻഡ് sp+1 എന്ന് പറയുന്ന ഒരു ഇൻട്രാക്ഷൻ ടേമും അവിടെ പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ജനറൽ u is equal to -2j summation p is equal to 1 to n sp sp+1 എന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ pth സ്പിന്നിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഹൈസൻബർഗ് ഇൻട്രാക്ഷൻ എനർജി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദെൻ വി റൈറ്റ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് അറ്റ് സൈറ്റ് പി ആസ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം μp. pth സൈറ്റ് ആയതുകൊണ്ട് μp സഫിക്സ് ആയിട്ട് p ഈക്വൽ ടു -g∗b sp. sp എന്താണ് നമ്മൾ ഓൾറെഡി മേളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ദ ഇക്വേഷൻ 2 ബിക്കംസ് എസ് പിക്ക് നമുക്ക് എന്ത് കൊടുക്കുക? ഈ ഇക്വേഷനിൽ നിന്നും എസ് പി ഈക്വൽ ടു -μb/g∗b ആണ്. സോ എസ് പിക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇക്വേഷൻ 2 ബിക്കംസ് -μp, അത് ഇവിടെ മേളിൽ വന്നു. പിന്നെ ഉള്ളത് -2j ഡിനോമിനേറ്ററിൽ വീണ്ടും വരുന്നത് g∗b ഇൻറ്റു സെയിം ടേം സെക്കൻഡ് sp-1 പ്ലസ് sp+1. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 3. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇത് sp പൊസിഷൻ, ഇത് sp-1, ഇത് sp+1. ആൻഡ് ദിസ് ഇക്വേഷൻ 3 ഈസ് ഓഫ് ദ ഫോം -μp.bp where bp is equal to -2j by g∗b into sp-1 plus
എസ് പി പ്ലസ് വൺ. ഇപ്പോൾ ബി പി എന്ന് പറയുന്നത് എഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ എക്സ്ചേഞ്ച് ഫീൽഡാണ് ദാറ്റ് ആക്ട്സ് ഓൺ ദ പീത്ത് സ്പിൻ. അപ്പം ഇതിനെ നമുക്ക് ജനറലായിട്ട് അറിയുന്ന രീതിയിലുള്ള ഇക്വേഷനിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് മ്യൂ പി ഡോട്ട് ബി പി. ബി പി പീത്ത് സ്പിന്നിൻ്റെ എഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ്. ബി പി ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ നമ്പർ 4 കാണിച്ചിട്ടുണ്ട്. ദെൻ ഫ്രം മെക്കാനിക്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ആംഗുലാർ മൊമെൻറ്റം h(sp) ഈസ് ഈക്വൽ ടു ടോർക്ക്. ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം അതിനാണ് നമ്മൾ h(sp) എന്ന് കൊടുത്തിരിക്കുന്നത്. പീത്ത് പൊസിഷനിലെയാണ്, അല്ലെങ്കിൽ പീത്ത് പൊസിഷൻ സ്പിന്നിൻ്റെ ഓറിയൻറ്റേഷനിലെ ആംഗുലാർ മൊമെൻറ്റമാണ്. അതെന്ന് പറയണത്, അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ടോർക്കിനോട് ഈക്വലൻ്റ് ആണ്. ദെൻ മ്യൂ പി ക്രോസ് ബി പി വിച്ച് ആക്ട്സ് ഓൺ ദ സ്പിൻ, ദാറ്റ് ഈസ് h(dsp/dt is equal to മ്യൂ പി ക്രോസ് ബി പി. h(dsp/dt എന്ന് പറയുന്നത് ബി പിയുടെയും മ്യൂ പിയുടെയും ക്രോസ് പ്രോഡക്റ്റ് ആണ്. ദെൻ dsp/dt ഈക്വൽ ടു -g mu b by h ഇൻറ്റു എസ് പി ക്രോസ് ബി പി. അതെങ്ങനെ വരും? മ്യൂ പി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, ജി മ്യൂ ബി എസ് പി ആണ്. ദെൻ ഈ h ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു, ആ h ഇവിടെ കൊടുത്തു. ദെൻ മ്യൂ പിക്ക് പകരം നമ്മൾ -g mu b s p സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇറ്റ് ബിക്കംസ് -g mu b by h ഇൻറ്റു എസ് പി ക്രോസ് ബി പി വിച്ച് ഇസ് ഈക്വൽ ടു 2j by h ഇൻറ്റു എസ് പി ക്രോസ് എസ് പി -1 പ്ലസ് എസ് പി ക്രോസ് എസ് പി പ്ലസ് 1, ഇക്വേഷൻ നമ്പർ 5. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമുക്കറിയാം ബി പിയുടെ ഇക്വേഷൻ എന്താണ്? ബി പി ഇസ് ഈക്വൽ ടു -2j by g mu b ഇൻറ്റു എസ് പി -1 പ്ലസ് എസ് പി പ്ലസ് 1 ആണ്. -2j by g mu b. അപ്പോൾ ആ -2j by g mu b ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബി പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ മൈനസ് ക്യാൻസലായിപ്പോയി, ജി മ്യൂ ബിയും ക്യാൻസലായിപ്പോയി. ബാക്കി 2j ഡിവൈഡഡ് ബൈ h ഇൻറ്റു എസ് പി ഓൾറെഡി ഇവിടെ ഉണ്ട്. ബി പിക്ക് നമ്മൾ ബി പിയുടെ കൂടെ ഉണ്ടായിരുന്ന ടേംസാണ് എസ് പി -1 പ്ലസ് എസ് പി പ്ലസ് 1. അപ്പോൾ അതിൻ്റെയും കൂടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. ഇത് കോൺസ്റ്റൻ്റ് ആണ്. സോ എസ് പി ക്രോസ് എസ് പി -1 പ്ലസ് എസ് പി ക്രോസ് എസ് പി പ്ലസ് 1, ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 5. ദെൻ നമ്മുടെ ഇക്വേഷൻ നമ്പർ 5 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൺസിഡർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ്. എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ് ആൻഡ് ഇസഡ് കമ്പോണൻസ്. നമുക്കറിയാം സ്പിന്ന് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇപ്പം നേരെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരുന്നപ്പോൾ ഒരു പർട്ടിക്കുലർ സ്പിന്നാണ്. ദെൻ അത് ചേഞ്ച് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ കമ്പോണൻസ് മാറും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എക്സ് ഡയറക്ഷനിലെ കമ്പോണൻറ്റിൻ്റെയും വൈ ഡയറക്ഷനിലെ സ്പിൻ കമ്പോണൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഇസഡ് ഡയറക്ഷൻ്റെ സ്പിൻ കമ്പോണൻറ്റിനെയും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.